എടി ഗീതേ, ഗീതേ. എന്താ ചേച്ചി? എന്താ ചേച്ചി, നീ എന്നെ ഇവിടെ സ്വപ്നം കണ്ട് ഇരിക്കുവാണോ? നീ ഒരു വിവരവും നീ അറിയുന്നില്ലല്ലേ? എന്നാ പറ്റി? എന്തിയാ നിന്റെ കെട്ടിയാൻ? എന്റെ കെട്ടിയാൻ ടൗണിൽ പോയേക്കുക. ടൗണിൽ പോയേക്കുക അല്ലേ? തന്നെയാണോ പോയത്? ആ തന്നെയാണല്ലോ. എന്തിനാ പോയത്? അത് ഒരാവശ്യമുണ്ട് അതിന് പോയത്. ഒരാവശ്യം. എന്നാ ആവശ്യം ഞാൻ പറയട്ടെ? പറ. അവൻ തന്നെ അല്ല. പിന്നെ ആരാ? കൂടെ ആരെങ്കിലും ഉണ്ടോ? എന്നാ വഴിക്കുന്ന ആരെങ്കിലും കൂട്ടുകാരെ കിട്ടി? കൂട്ടുകാരനല്ല, കൂട്ടുകാരത്തെയാ ഞാൻ കണ്ടത്. ആണോ? ആ അതാരാവോ കൂട്ടുകാരത്തി? അവനൊരു പെങ്കച്ചിന്റെ കയ്യെ പിടിച്ച് രണ്ടും കൂടി ഇങ്ങനെ വിലസുന്നുണ്ട്. അതും ഇതുമെല്ലാം കൊച്ചു വർത്താനങ്ങളും പറഞ്ഞ് ചിരിച്ച് കളിച്ച് പോകുന്നുണ്ട്. കൊള്ളാലോ. എനക്കത് കേട്ടിട്ട് ഒരു കൂസലും ഇല്ല. നിന്റെ കെട്ടിയവന്റെ കാര്യമാണ് ഞാൻ പറഞ്ഞു. അതെയോ? കുഴപ്പമില്ല ചേച്ചി. ഇവളെന്ത് സാധനമാ? എന്നാ പറ്റി? ഞാൻ എന്താ സാധനം എന്ന് പറയാൻ? അവനെ ആണുങ്ങളെ ഏതേലും പെമ്പിള്ളാരെയും കയ്യെ പിടിച്ച് രസിച്ച് നടക്കുന്ന പറഞ്ഞാൽ ഒരു കൂസലില്ലാത്ത പെണ്ണുങ്ങളുണ്ട്. നീ ഒരുത്തിയേ ഉള്ളു. എന്താ ചേച്ചി, ഈ ചേച്ചി എന്തിനാ ഈ വഴിയാ പോകുന്ന ആൾക്കാരെയൊക്കെ ശ്രദ്ധിക്കാൻ പോണേ? പിന്നെ ഞാൻ കണ്ണടച്ച് പിടിച്ചാൽ നടക്കണോ? ഞാനും കടയിൽ പോകാനായിട്ട് അങ്ങോട്ട് ചെന്നതാ. അന്നേരം അബദ്ധത്തിൽ കണ്ടതായി. ആണോ? എന്നാ അബദ്ധത്തിലല്ല, അത് കാര്യത്തിലാവട്ടോ. അതേ, നീ മരച്ച് മരച്ച് നിൽക്കുകയല്ല, ഞാൻ നല്ല സന്തോഷത്തിൽ നിൽക്കുക. എന്നാന്നറിയോ? എൻ്റെ കെട്ടിയാൻ പോയതേ എൻ്റെ കൊച്ചു മൂത്ത മോള് വരുന്നുണ്ട്, അവളെ കൂട്ടാനാ പോയേ. എൻ്റെ കൊച്ചിൻ്റെ കയ്യെ പിടിച്ചാ അങ്ങേരെ അതിലേ കൂടെ ഒക്കെ നടക്കുന്നേ. ചേച്ചി കണ്ടിട്ടില്ല അവളെ? അതാ. എങ്ങനെയുണ്ട്? അയ്യേ കഷ്ടമായി പോയി. ഇതേ എന്തേലും ഈ കാള പറ്റൂന്ന് കണ്ടാ പറഞ്ഞാൽ ഉടനെ കയറെടുത്തോടൂന്ന് പറഞ്ഞിട്ടില്ലേ? എന്നാ ഇപ്പൊ പറഞ്ഞില്ലേ? ഇനി മേലാൽ ഇങ്ങനത്തെ വേണ്ടാതിനം പറയരുത് കേട്ടോ. ആരെയും അറിയണം ആരാ എന്താ എന്നൊക്കെ അറിഞ്ഞിട്ടേ പറയാവുള്ളൂ കേട്ടോ.